പ്രിയപ്പെട്ടവരെ, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനുമാണെന്നരുളി. എന്നോടുള്ള സ്നേഹത്താൽ കുരിശിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയ നാഥൻ്റെ സ്നേഹത്തോട് നമുക്ക് ചേർന്നിരിക്കാം. കിണറിൻ്റെ തീരത്ത് വെള്ളമന്വേഷിച്ചു വരുന്ന സമരിയാക്കാരിയുടെ അടുത്ത് ജീവജലത്തിൻ്റെ ഉറവ് തുറന്നുകൊടുത്ത ക്രിസ്തു, എല്ലാവരാലും പരിഹസിക്കപ്പെട്ടിരുന്ന അവളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ വിലയുള്ളതാക്കി മാറ്റാൻ തക്കവിധം സ്നേഹിച്ചു. നടന്നു പോകുന്ന വഴികളിൽ ചുങ്കക്കാരെയും പാപികളെയും കുഷ്ഠരോഗികളെയും ഒക്കെ അവൻ തൻ്റെ കൂട്ടത്തിൽ കൂട്ടി. അവർക്കൊക്കെയും സ്നേഹമെന്ന ജലം അവൻ പകർന്നു നൽകി. കുരിശിൽ മരിക്കുന്ന സമയത്ത് ഒരൽപ്പം ജലത്തിനായി ദാഹിച്ച ക്രിസ്തുവിന് കയ്പുനീർ നൽകി. ജനനത്തിൽ അവന് നൽകപ്പെട്ട മീറ അവസാനം അവൻ്റെ മരണത്തിലും ചേർത്ത് വയ്ക്കപ്പെട്ടു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കയ്പുകളിലും ദൈവം ഒപ്പമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനനത്തിലും മരണത്തിലും നിൻ്റെ എല്ലാ കയ്പുകളിലും സ്നേഹത്തിൻ്റെ മധുരവുമായി ക്രിസ്തു ക്രൂശിതൻ നിന്നോട് ചേർന്നിരിക്കുന്നു. അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്ന് സുവിശേഷം രേഖപ്പെടുത്തും. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും ഓമർക്ക് സംസാരശക്തിയും നൽകി. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അവൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകി. വിധവയുടെ കാണിക്കയെ വലുതായി കണ്ടു. എന്നാൽ അവൻ്റെ ഒരു നന്മ പോലും ഓർത്തിരിക്കാതെ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുകയെന്ന്. അത്ഭുതങ്ങൾ കണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിവന്ന ജനത്തോട് അവൻ പറയും, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിനെന്ന്. ദൈവം നൽകുന്ന സ്നേഹം സ്വർഗത്തിലേക്കുള്ള ഒരു നോട്ടമാണ്. സ്വർഗം എനിക്ക് എന്നേക്കുമായി കരുതി വച്ചിരിക്കുന്നുവെന്നതിൻ്റെ ഉറപ്പാണ് ഞാൻ അനുഭവിക്കുന്ന ഓരോ ദൈവസ്നേഹവും. കുരിശിൽ മരിക്കുമ്പോൾ ലോകത്തോടുള്ള സ്നേഹം ദൈവം വിളിച്ചു പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സഹനത്തിലൂടെയായിരുന്നു. സഹനത്തിലൂടെ നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിച്ചുകൊണ്ട് കുരിശിൽ മരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. ക്രൂശിൻ പാതയിൽ 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 ഘോരമാ മരക്കുരിശേന്തി പോകുമാ ദേവകുമാരൻ. കാണുക ക്രൂശിൻ പാതയിൽ 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 പാതയിൽ.
നിന്ദാഹമൊക്കെയും തീർക്കാൻ നിനക്കാ രക്ഷയും ജലവും ഞാനേകി. നിന്ദാഹമൊക്കെയും തീർക്കാൻ നിനക്കാ രക്ഷയും ജലവും ഞാനേകി. അതിൻ ഫലമായി നീ നൽകിയെനിക്കായി ഘോരമാം കൈപ്പുനീർ മാത്രം. അതിൻ ഫലമായി നീ നൽകിയെനിക്കായി ഘോരമാം കൈപ്പുനീർ മാത്രം. എൻ പ്രിയജനമേ, എൻ പ്രിയജനമേ, എന്തു ഞാൻ തിന്മകളേകി. എൻ പ്രിയജനമേ, എൻ പ്രിയജനമേ, എന്തു ഞാൻ തിന്മകളേകി. ഈ പാനപാത്രം ഞാൻ കുടിപ്പാനാ എൻ പ്രിയതാത നിൻഹിതമോ കാണുക. ക്രൂശിൻ പാതയിൽ 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 നിൻ താപമൊക്കെയും തീർപ്പാൻ നിനക്കാ നന്മകളഖിലവുമേകി. നിൻ താപമൊക്കെയും തീർപ്പാൻ നിനക്കാ നന്മകളഖിലവുമേകി. അതിൻ ഫലമായി നീ നൽകിയെനിക്കായി ശോകമരക്കുരിശല്ലോ. അതിൻ ഫലമായി നീ നൽകിയെനിക്കായി ശോകമരക്കുരിശല്ലോ. എൻ പ്രിയതാത, എൻ പ്രിയതാത, എന്നെ നീ കൈവെടിഞ്ഞു. എൻ പ്രിയതാത, എൻ പ്രിയതാത, എന്നെ നീ കൈവെടിഞ്ഞു. ഈ പാനപാത്രം ഞാൻ കുടിപ്പാനാ എൻ പ്രിയതാത നിൻഹിതമോ കാണുക. ക്രൂശിൻ പാതയിൽ 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 ഘോരമാ മരക്കുരിശേന്തി പോകുമാ ദേവകുമാരൻ. കാണുക ക്രൂശിൻ പാതയിൽ 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 നാഥനോടൊപ്പം.
പ്രിയപ്പെട്ടവരെ, കർത്താവേ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ, അങ്ങനെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകനോട് ചേർന്ന് കുരിശിൻ്റെ തണലിൽ നമുക്ക് ചേർന്നിരിക്കാം. തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്ന നാഥനോടൊപ്പം നമുക്കായിരിക്കാം. കുരിശ് യാത്രയിൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. കുരിശ് യാത്രയിൽ യോഹന്നാൻ കുരിശ് വരെ ഈശോയോടൊപ്പം നടന്നു. കുരിശ് യാത്രയ്ക്ക് ശേഷം അവനെ കാണണമെന്ന് വാശി പിടിക്കുന്ന തോമസിൻ്റെ അടുത്തേക്ക് ഏറ്റവും നിഷ്കളങ്കമായി വരുന്നൊരു ദൈവം, ഉപേക്ഷിച്ചു പോയിട്ടും കുഞ്ഞാഗ്രഹങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാനായിട്ട് മനസ്സു കാണിക്കുന്ന ദൈവം. ആ ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ. എത്ര പാപം ചെയ്താലും കരുണയോടെ കാത്തിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് അനുതാപം മാത്രമാണ്. സമയം സമാഗതമായിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ പ്രഘോഷിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് പറഞ്ഞ് ക്രിസ്തു തൻ്റെ പ്രഘോഷണം ആരംഭിച്ചു. ദൈവരാജ്യമെന്നത് ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് സംതൃപ്തിയോടെ ക്രിസ്തു കണ്ണുകൾ അടച്ചു. അവൻ്റെ മുമ്പിൽ നിന്നിരുന്ന ജനക്കൂട്ടം അവനെ തള്ളിപ്പറയുമ്പോഴും കുരിശിൽ തൻ്റെ വലതുവശത്ത് കിടന്ന കള്ളൻ മനസ്താപം കൊണ്ട് ക്രിസ്തുവിനെ ആശ്വസിപ്പിച്ചു. അവൻ്റെ സഹനം കണ്ടിട്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞ വിജാതീയനായ സൈന്യാധിപൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി. പൊട്ടിക്കരയുന്ന പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാനായി പാപങ്ങൾ ഓർത്ത് കുരിശിൻ്റെ ചുവട്ടിൽ ചേർന്നിരുന്ന് നമുക്ക് മാപ്പപേക്ഷിക്കാം. കേപ്പായെപ്പോലെ ഉറച്ചു നിൽക്കുന്ന പാറയാവാൻ വേണ്ടി ഒളിച്ചു വച്ചിരിക്കുന്ന എല്ലാ പാപങ്ങളും ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് നോക്കി നമുക്ക് ഏറ്റുപറയാം. മരക്കുരിശിൽ തറച്ചു കൊന്നു ദൈവസുതനെ ഞാൻ, നിൻ തിരുമേനി കീറി മുറിച്ചു പാപമതിനാലേ. യേശുവേ, നിൻ വിളി കേൾക്കാൻ ബോധമേകിടണേ, അനുതാപമേകിടണേ. മരക്കുരിശിൽ തറച്ചു കൊന്നു ദൈവസുതനെ ഞാൻ,
ദ്രവ്യമോഹം എന്നിലേറി ഒറ്റുകാരനായി ഞാൻ കേപ്പയേപ്പു നിർദ്ദയം ഞാൻ എത്ര തള്ളി പറഞ്ഞു പോയി നാഥ അനുതാപിയായി നൊന്തു കരയുന്നു ഞാൻ നൊന്തു കരയുന്നു മരക്കുരിശിൽ തറച്ചു കൊന്നു ദൈവസുതനേ ഞാൻ. പാപമെന്നെ അടിമയാക്കി രോഗിയായി തീർന്നു ഞാൻ. പാപലേശം എന്നിലില്ല എന്നുമോർത്തു ഞാൻ നാഥ ക്ഷമയോടെ നീ കാത്തിരുന്നല്ലോ എന്നെ കാത്തിരുന്നല്ലോ. മരക്കുരിശിൽ തറച്ചു കൊന്നു ദൈവസുതനേ ഞാൻ. നിൻ തിരുമേനി കീറി മുറിച്ചു പാപമതിനാലേ യേശുവേ നിൻ വിളി കേൾക്കാൻ ബോധമേകിടണേ അനുതാപം ഏകിടണേ. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അസീസിയിലെ തെരുവിലൂടെ ക്രൂശിതനെ ധ്യാനിച്ചു നടന്ന ഫ്രാൻസിസ് ചെന്നു കയറിയത് സെൻറ്റാമിയാനോയിലെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിലായിരുന്നു. ക്രൂശിതനോട് ഫ്രാൻസിസ് ചോദിക്കും, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ക്രൂശിതൻ അവനോട് പറയും, നീ എൻ്റെ പള്ളി പണിയുക. തൻ്റെ ശരീരത്തെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ വേണ്ടി മരണസമയത്ത് തന്നെ ചാരത്തിൽ കിടത്തുവാനായിട്ട് ഫ്രാൻസിസ് തൻ്റെ ശിഷ്യന്മാരോട് പറയും. ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ചവൻ, ക്രൂശിതനെ ധ്യാനിച്ചവൻ അവൻ്റെ 5 തിരുമുറിവുകൾ സ്വീകരിച്ചു. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ വന്ന പിഴവുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതെൻ്റെ ശരീരത്തിൽ നികത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നുവെന്ന് പറഞ്ഞ വാക്കിന് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് പരിഹാരം ചെയ്ത പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ അനുതാപങ്ങളും ക്രൂശിതനായ ക്രിസ്തുവിന് ആശ്വാസമേകുമെന്നാണ്. ആത്മാർത്ഥമായ അനുതാപത്തോടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. അവിടെ നിന്നൊഴുകിയിറങ്ങുന്ന തിരുരക്തം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അവൻ്റെ പീഡാസഹനം നമ്മുടെ ജീവിത വഴിയിൽ എന്നും കരുത്തായിരിക്കട്ടെ. ക്രൂശിതൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.
ക്രൂശിൻ പാതയിൽ